അങ്ങനെ ഹീറോയിൻ ബെഡിലിട്ട് ജങ്കുക്ക് അവിടുന്ന് പോയി. അങ്ങനെ ഇതെല്ലാം പ്ലാൻ ചെയ്ത് തുടങ്ങി. ജങ്കുക്ക് പറയാൻ തുടങ്ങി, ഞാൻ പറഞ്ഞതെല്ലാം ചെയ്ത് കഴിഞ്ഞല്ലോ. ശരി സാർ, ചെയ്തു. ഞാൻ നാളെ വരും. പറഞ്ഞതെല്ലാം ചെയ്ത് റെഡിയാക്കിയിട്ട് വെച്ചോ. ഓക്കെ സാർ. ശരി, ഓക്കെ. നാളെ എനിക്ക് ഫയൽ എടുക്കുമ്പോൾ വന്നിട്ടാവണം, മനസ്സിലായില്ലേ? ഓക്കെ സാർ, എല്ലാ ഡീറ്റെയിൽസ് എത്തിയിട്ടാവും. ശരി, ഓക്കെ. അങ്ങനെ ജങ്കുക്ക് ശരി അളവ് നോക്കി. ശരി, അളവ് നോക്കി. ശരി, അളവ് മെസ്സേജ് അയച്ച് റെഡി ആവണം. ഓക്കെ സാർ. അതായത് ഹീറോയിൻ നൈറ്റ് എണിച്ചു. രാത്രി നൈറ്റ് എണിച്ച് കണ്ണ് തുറന്ന ഹീറോയ്ക്ക് ഷോക്ക്. ഞാൻ എവിടെ ഉള്ളത്? ജങ്കുക്ക് കാളുമേലെ കാട് വെച്ച് മുറിക്കായിരുന്നു. ഞാനെവിടെ? ജങ്കുക്ക് മുറിക്കായിരുന്നു. ഞാൻ വിളിച്ചാൽ എന്താ വരാത്ത? ഓ, നിനക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാകുന്നില്ലല്ലേ? ഇംഗ്ലീഷിൽ പറയാൻ തുടങ്ങി. ഞാൻ വിളിച്ചാൽ നീ എന്തിനാ വരാത്തത് നീ ജങ്കുക്ക് കേട്ടു. അതുകൊണ്ട് ഹീറോയി പറയാൻ തുടങ്ങി, സാർ ഞാൻ എങ്ങനെ സാർ വരാൻ പറ്റുമോ? നാളെ എനിക്ക് ഇന്ത്യക്ക് പോകണം സാർ. എന്താ ഇന്ത്യക്കാ? അതെ സാർ, എനിക്ക് ഇന്ത്യക്ക് പോയി പറ്റൂ സാർ. മണിത്രയ് 3 സാർ, എനിക്ക് പോയേ പറ്റൂ സാർ. ഇപ്പം നൈറ്റായി, രാവിലെ എനിക്ക് പോയേ പറ്റൂ സാർ. എന്ത്, രാവിലെയാണോ? അതെ സാർ, പോയിട്ട് എത്തുമ്പോൾ നൈറ്റാവും സാർ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു സാർ. എനിക്ക് ഇന്ത്യക്ക് പോയി പറ്റൂ സാർ. ഇന്ത്യയിൽ പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് സാർ? ഇന്ത്യയിൽ എനിക്ക് മാരേജ് നടക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ടെൻഷനാവും. അവിടെയുള്ള ഗ്ലാസ് ഓടിക്കാൻ തുടങ്ങി. സാർ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്താ മാരേജാ? അതൊന്നും നടക്കാൻ പോകുന്നില്ല, മിണ്ടാതെ ഇവിടെ ഇരുന്നോ. അങ്ങനെ ഞങ്ങൾക്ക് ടെൻഷനിൽ വാതിൽ വന്നാക്കിയിട്ട് പോയി. ഇതൊക്കെ എന്താ ടെൻഷനാവുന്നത്? എനിക്ക് മാരേജ്, ഇതൊക്കെ എന്ത് പ്രശ്നമോ? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുത്തിട്ടിന്? ഹീറോയ്ക്ക് ടെൻഷനാവാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു. എന്താ ഇത് വിട്ടാൽ ശരിയാവല്ല. അങ്ങനെ ജങ്കുക്ക് പ്ലാൻ ചെയ്തത് മതി ചെയ്ത് രാവിലെ ആയി. ഹീറോയിൻ തുറന്നു വിട്ടത് അങ്ങനെ പോകാൻ നോക്കി. ജങ്കുക്ക് പിടിച്ചോണ്ട് പോയി. അങ്ങനെ വാ. അങ്ങനെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഫ്രണ്ട് നിങ്ങളുടെ ഹീറോ ഷോക്കായി. മച്ചി ഇനി എന്താ ഇവിടെ? റോസ് അങ്ങനെ ഫ്രണ്ട് പിടിച്ചു. ഫാത്തിമ വിട്ടു. ജങ്കുക്ക് ഗണ്ണ് പിടിച്ചു. 4-5 ബോയ്സും കൊണ്ടായിരുന്നു. നീ ഇത് സൈൻ ചെയ്തില്ല, എൻ്റെ ഫ്രണ്ടിന് കൊന്നും കളയും പറഞ്ഞു. ഹീറോയ്ക്ക് ടെൻഷനാവാൻ തുടങ്ങി. എന്തിനാണ് സൈൻ ചെയ്യുന്നത്? ഹീറോയെ ഒന്നും വായിച്ചില്ല, അതിൽ പേടിച്ച് സൈൻ ചെയ്തു. ജങ്കുക്ക് വെച്ചത് അതിൽ ജങ്കുക്ക് സൈൻ ചെയ്തു. ശരി, ഇട്ടു. നീ ഇന്ത്യക്ക് പോയിക്കോ. നീ ഇന്ത്യക്ക് പോയിക്കോ എന്ന് ഹീറോയിൻ്റെ ഫ്രണ്ടോട് പറഞ്ഞു. ഇന്ന് നൈറ്റല്ലേ പോകുന്നത്? അതെ സാർ. ശരി, നീ ഇന്ത്യക്ക് പോയിക്കോ. താങ്ക്സ് സാർ. പോവാ. എവിടേക്കാ പോകുന്നത്? അവളെ വിട്. സാർ, അവൾ വരുന്നു സാർ. ഇല്ല, നീ മാത്രം പോയിക്കോ. സാർ, ഇല്ല, അറിഞ്ഞ പറയൂ സാർ. ശരി, ഓക്കെ. ഇപ്പോൾ നീ നിൽക്കുന്നോ? ഞാൻ വരാം. അങ്ങനെ ജങ്കുക്ക് കൂടെ വന്നു. ജങ്കുക്ക് കൂടെ ആളും. നിങ്ങൾ രണ്ടും പോയിക്കോ, പിന്നെ ഞാൻ വരാം പുറകിലും ജങ്കുക്ക് പറഞ്ഞു. അങ്ങനെ ഹീറോയും ഫ്രണ്ടും കൂടെ പോയി. ജങ്കുക്ക് വേറെ പ്ലാൻ ചെയ്ത് തുടങ്ങി. ജങ്കുക്ക് പറയാൻ തുടങ്ങി ഫ്രണ്ട്സ്. ഞങ്ങൾക്ക് കുറച്ച് ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഹീറോയിൻ പ്ലേസൊക്കെ വന്നു. ഹീറോയി വീട്ടിലേക്ക് വന്നു. ഹീറോയ്ക്ക് ഭയങ്കര പേടിയാവാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഹീറോയി അപ്പോൾ സമാധാനം, എടി മച്ചി ഇവിടുന്ന് ഓടിപ്പോവാ. രണ്ട് പറയാം, നീ എന്നിട്ട് സൈൻ ചെയ്ത്? ഒന്നും അറിയില്ലടി മച്ചി, എന്തോ ഒരു പേപ്പർ തന്നുടി, അതിൽ സൈൻ. മണ്ടി ഒന്ന് വായിക്കാത്ത സൈൻ ഇട്ടത്. എന്ത് സൈൻ അറിയില്ലടി, പേടിച്ച് സൈൻ ഇട്ട്. ഒരു വേള മാരേജ് പേപ്പറാ? ഏടി, അവൻ ഫേമസ് ആയിട്ടുള്ളടി, അവനൊക്കെ എങ്ങോട്ടി എന്നെ ഇഷ്ടപ്പെടുന്നത്? നിന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടേ അവനില്ലേടി? അതെ മച്ചി. എനിക്കെങ്ങനെ അറിഞ്ഞടി ജങ്കുക്ക് അത് കിഡ്നാപ്പ് ചെയ്താ? അത് ജങ്കുക്ക് ബോഡി കഴിവണം. പിന്നെ വീട് നോക്കുമ്പോൾ ജങ്കുക്കാണടി എന്നെ എടുത്തുകൊണ്ട് വന്നത്. ഇവിടെ എന്നെ കൊണ്ട് പറഞ്ഞത്. അപ്പം എനിക്ക് മനസ്സിലായി ജങ്കുക്കാണ് കിഡ്നാപ്പ് ചെയ്തത്. അതേ മച്ചി, എന്തിനടി കൊണ്ടുവന്നറിയില്ല. അങ്ങനെ ഇപ്പോൾ കുറച്ച് ഡേയ്സ് പോകുന്നുണ്ട്. ഹീറോ ഡാഡി ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ വീട്ടിലേക്ക് വന്ന് 2 നാളായി. ജങ്കുക്ക് അവിടെ ഇരുന്നായിരുന്നു. ഇനി ഹീറോയിൻ്റെ വീട് ഇങ്ങനെ പന്തലെല്ലാം ഇട്ട് റെഡിയായി ചെയ്യാൻ തുടങ്ങി. ഇന്നും എന്തെടി മച്ചി നടക്കും? ജങ്കുക്കൊക്കെ അത് ന്യൂസ് വന്നു. എന്താ ചെയ്യണം നോക്കാൻ. മൈലാഞ്ചി രാത്രി മൈലാഞ്ചി ഹീറോയ്ക്ക് വെക്കാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. എന്തായിരുന്നു ബാപ്പ? മോളെ 1 മന്ത് കഴിയും പറഞ്ഞു വെച്ചാ ബാപ്പ? ഇല്ലടി, ഞാനൊന്ന് ചുമ്മാ പറഞ്ഞതാ. നീ എവിടേക്ക് പോകുന്നത്? 1 മന്ത് നീ മുങ്ങാൻ പോകണമെന്ന് പറഞ്ഞതാ. നിൻ്റെ ഫിയാൻസി വന്നു, മറിയാതില്ലേ മൈലാഞ്ചി വെച്ചു. ഹീറോയി പറഞ്ഞായിരുന്നു. മൈലാഞ്ചി വെച്ചു. രാവിലെ മാരേജാണ്. ഹീറോയ്ക്ക് മാരേജ് ഡേയ്സ് വന്നു. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുത്തി. ഇങ്ങനെ സൈൻ ചെയ്യാൻ മാരേജ് പ്ലാൻ നടക്കാൻ പോയിരുന്നു.
ജങ്ക് ഇങ്ങനെ സ്റ്റൈലായിട്ട് വന്നു. സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് മാരേജ് നടക്കാൻ പോകുമ്പോൾ സ്റ്റോപ്പ് പറഞ്ഞു. അങ്ങനെ രണ്ടുപേർ മാരേജ് കഴിക്കുമ്പോൾ മാരേജ് ചെക്കൻ പെണ്ണ് എല്ലാം റെഡിയായിരുന്നു. അങ്ങനെ അവർ പറയാൻ മുമ്പ് വന്നു. ജങ്ക് സ്റ്റോപ്പ് പറഞ്ഞു. എന്താ സ്റ്റോപ്പ്? നിങ്ങളാരാ? നിങ്ങളാരാ വൈഫിന് മാരേജ് കൊടുക്കുന്നത്? എന്ത് പറഞ്ഞു? എൻ്റെ വൈഫിനെ നിങ്ങൾ തന്നെ വേറെ ആർക്കും മാരേജ് കഴിക്ക് കൊടുക്കുന്നത്? ഹീറോയിൻ്റെ പാപ്പക്ക് ഷോക്കായി. നിങ്ങളെ വൈഫാ? അതെ, ഈസ് മൈ വൈഫ്. നിങ്ങൾ മക്കളൊന്നും പറഞ്ഞില്ലേ? ഇത് കേട്ട് ഹീറോയിൻ്റെ പാപ്പക്ക് ടെൻഷനാകാൻ തുടങ്ങി. സത്യമാണോടി? ഇല്ല പാപ്പ, മാരേജ് ഇല്ല. നിങ്ങളെന്താ ചുമ്മാ പറയുന്നേ? അപ്പോൾ ഇതെന്ത്? അതെന്താ? ഹീറോയിൻ്റെ പാപ്പ എടുത്ത് നോക്കും. ഇപ്പം മൊബൈൽ കാട്ടുമ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ്. അത് കണ്ട് ഹീറോയിൻ്റെക്ക് ഷാക്ക്. ഇതെപ്പോൾ ഞാൻ സൈൻ ചെയ്താ? ജങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഹീറോയ്ക്ക് മനസ്സിലായി. അപ്പം എൻ്റെ ഒരു സൈൻ വാങ്ങി ഇതാണോ? ഹീറോയിൻ ബാബക്ക് ടെൻഷനായി. നീ എൻ്റെ മകളല്ല, ഇവിടുന്ന് പോയിക്കൊടി എന്ന് പറഞ്ഞ് ഹീറോയിനോട് വഴക്ക് പറയാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് വളരെ സാഡായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഭയങ്കര സാഡായിട്ട് പറയാൻ തുടങ്ങി. ബാപ്പ ഞങ്ങൾക്ക് ഈ മാരേജ് ഇൻട്രസ്റ്റിൽ പറഞ്ഞ ബാപ്പക്കൊന്നും മനസ്സിലാവില്ല പാപ്പ. അത് മാത്രമില്ല, അങ്ങനെ ഹീറോയിൻ്റെ ദീദിക്കും മാരേജ് അവന് ചെയ്യിച്ചു. അവളുടെ ഹീറോയ്ക്ക് ദീദി ഉണ്ടായിരുന്നു. അവൾക്കിപ്പോൾ മാരേജ് ചെയ്യാണ്ട് ഇപ്പോൾ അനിയത്തിൻ്റെ മാരേജ്. അത് പറഞ്ഞാൽ വലിയ അവൾക്ക് ഫസ്റ്റ് മാരേജ് കഴിക്കുന്നതിന് മുമ്പ് ചെറിയ അവൾക്ക് മാരേജ്. ഓൾറെഡി അവൾക്ക് മാരേജ് ചെയ്യുന്നത് വലിയ അവൾ പറഞ്ഞു. അപ്പോൾ അവർ പറയാം, നിങ്ങൾക്ക് വലിയ കുട്ടി ഉണ്ടായിട്ട് എന്തിനാ ചെറിയ അവൾക്ക് മാരേജ് കഴിക്കുന്നത്? ഇവൻ്റെ പുറകെ നടക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ഇവൾക്ക് ഫസ്റ്റ് മാരേജ് ചെയ്യിക്കുന്നത്. അവൾക്ക് പിന്നെ മാരേജ് ചെയ്യിപ്പിക്കാം. ഇത് ശങ്കുവിനെ കണ്ടിട്ട് നീയാണ് അവൾ മാരേജ് കഴിച്ചത്. അതുകൊണ്ട് ഏതോ ഒരാളുടെ അവൾ ഇങ്ങനെ ഇവിടെ പറഞ്ഞു തരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിടിച്ചിട്ട് ഫസ്റ്റ് ഇവൾക്ക് മാരേജ് ചെയ്യിപ്പിക്കാൻ. നീയാണോ അത്? ഞാൻ സ്മരിച്ചത്. ഹീറോയ്ക്ക് ഷോക്കായി. എന്ത്? ഇതിപ്പോൾ എങ്ങനെ അറിഞ്ഞത്? നീ ബുക്കിൽ എഴുതിയായിരുന്നു, ഞാൻ വായിച്ചായിരുന്നു. ചങ്കുക്കിനെ ലവ് ചെയ്യുന്നു പറഞ്ഞാൽ ചങ്കുക്ക് സ്മരിച്ചത്. ഓ, അപ്പം നിനക്ക് എന്നെ പിടിക്കുമല്ലേ? അയ്യോ, ഞാൻ ക്രഷ് പറഞ്ഞു. ഹീറോയ്ക്ക് എല്ലാം പൊളഞ്ഞു പോയല്ലോ. അങ്ങനെ ജങ്കുക്ക് ഹീറോയിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. ഹീറോയിനെ ഒപ്പൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അച്ഛക്ക് മാരേജ് ആയിരുന്നു. നല്ല ചെക്കനല്ലായിരുന്നു. അത് രീതിക്ക് ഒരുപാട് സത്യമായിരുന്നു. കഷ്ടപ്പെടാൻ തുടങ്ങി ഞാൻ രീതി. അങ്ങനെ കുറച്ച് ഡേയ്സ് പോയി അവളെ ഡിവോഴ്സ് ചെയ്ത് വീട്ടിലൊക്കെ വന്നു. ബാപ്പ ഇത് എനിക്ക് ഇഷ്ടമില്ല.